വൻകിട നിക്ഷേപകർ NBCC സ്റ്റോക്ക് വാങ്ങിക്കൂട്ടുമ്പോൾ റീറ്റെയിൽ നിക്ഷേപകർ വിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെടുത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ തെറ്റായിപ്പോയി എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയുള്ള പ്രമുഖ കൺസ്ട്രക്ഷൻസ് കമ്പനിയായിട്ടുള്ള NBCCയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് കാണിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ കയ്യിലുള്ള ഷെയറുകൾ വിറ്റഴിക്കുമ്പോൾ അണിയറയിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കളിയാണ് നടക്കുന്നത്. സ്മാർട്ട് മണി എന്ന് വിളിക്കുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും മ്യൂച്വൽ ഫണ്ടുകളും പോലുള്ള വമ്പൻ കളിക്കാർ ഈ സ്റ്റോക്ക് വാങ്ങിക്കൂട്ടുകയാണ്. ഇത് ചെറിയ തോതിലുള്ള വാങ്ങലുകളല്ല, വളരെ പ്ലാൻ ചെയ്ത് തങ്ങളുടെ ഷെയർ ഹോൾഡിംഗ് അവർ വർദ്ധിപ്പിക്കുകയാണ്. ഇവിടെ ഒരു വലിയ ചോദ്യം ഉയരുകയാണ്. സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അറിയാത്ത എന്ത് കാര്യമാണ് ഈ വമ്പന്മാർക്ക് അറിയാവുന്നത്? ഇതൊരു ക്ലാസിക് മാർക്കറ്റിംഗ് പസിൽ തന്നെയാണ്. വലിയ റിസർച്ച് ടീമുകളും ഡീപ് ഫിനാൻഷ്യൽ അനലിസ്റ്റുകളും കൈവശമുള്ള ഒരു വിഭാഗം വളരെ വ്യക്തമായിട്ടുള്ള ഒരു നീക്കം നടത്തുന്നു. മറുഭാഗത്ത് ദിവസേനയുള്ള മാർക്കറ്റ് ന്യൂസുകളും സംസാരങ്ങളും കേട്ട് മറ്റൊരു വിഭാഗം നേരെ വിപരീതമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു വേർതിരിവ് കാണുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പിക്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടാവും. ഈ വീഡിയോയിൽ നമ്മൾ NBCCയെ ആഴത്തിൽ പഠിക്കുകയാണ്, പരിശോധിക്കുകയാണ്. സ്മാർട്ട് മണിയുടെ ഈ ഒരു കോൺഫിഡൻസിന് പിന്നിലെ ഫണ്ടമെൻ്റൽ സ്ട്രെങ്തും ഫ്യൂച്ചർ ഗ്രോത്ത് സാധ്യതകളും നമ്മൾ അനലൈസ് ചെയ്യും. ഈ നവരത്ന പൊതുമേഖലാ സ്ഥാപനത്തിലുള്ള അവരുടെ വിശ്വാസത്തിന് പിന്നിലെ 3 പ്രധാന കാരണങ്ങളും സ്റ്റോക്കിൻ്റെ ഭാവിയെക്കുറിച്ച് എന്ത് സൂചനയാണ് ഇത് നൽകുന്നതെന്നും നമ്മൾ ചർച്ച ചെയ്യും. ഈ വീഡിയോയുടെ അവസാനത്തോടെ ഈ നീക്കത്തിന് പിന്നിലെ ശക്തികളെയും കണക്കുകൾക്ക് പിന്നിലെ കഥയെയും കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായ ചിത്രവും ലഭിക്കും. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ആദ്യം തന്നെ നമുക്ക് ഈ മൊത്തത്തിലുള്ള സാഹചര്യം എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. ഇതൊരു സ്റ്റോക്കിനെ കുറിച്ച് മാത്രമല്ല, ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സ്മാർട്ട് മണിയെ പിന്തുടരുക എന്നത് മാർക്കറ്റിലെ ഏറ്റവും പഴയ തത്വങ്ങളിലൊന്നാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും പോലെയുള്ള സ്ഥാപനങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ തീരുമാനങ്ങൾ അങ്ങനെ വെറുതെ എടുക്കുന്നതൊന്നുമല്ല. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിസർച്ച് ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് വളരെ ഉറപ്പായ കാര്യമാണ്. പക്ഷേ നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇത്തരത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡിക്കോ അനാലിസിസിനോ ഉള്ള സമയമോ സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഈ സ്ഥാപനങ്ങൾ ഒരു സ്റ്റോക്ക് വാങ്ങിക്കൂട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ അതിന് പലപ്പോഴും ശക്തമായിട്ടുള്ള ഒരു കാരണമുണ്ടാവും. ഇതൊരു സിഗ്നലായിട്ടാണ് നമ്മളതിനെ കണക്കാക്കേണ്ടത്. അവർ സാധാരണയായിട്ട് ലോങ് ടൈമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഷോർട്ട് ടൈം മാർക്കറ്റിൻ്റെ നോയ്സ് അവഗണിച്ച് 5-10 വർഷം കഴിഞ്ഞ് ഒരു കമ്പനിയുടെ യഥാർത്ഥ മൂല്യത്തിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മറുവശത്ത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും വ്യത്യസ്ത ലക്ഷ്യങ്ങളോടെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു നല്ല റാലിക്ക് ശേഷം അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വിലയുടെ ചാഞ്ചാട്ടങ്ങളോട് ഇമോഷണലായിട്ട് പ്രതികരിക്കുകയോ ഒക്കെ ചെയ്യും. അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ഒരു ഭയം കാരണം വിൽക്കുകയും ചെയ്യും. NBCCയുടെ നിലവിലെ സാഹചര്യം ഈ ഒരു പ്രതിഭാസത്തിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ്. കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ വ്യക്തമായിട്ടുള്ളൊരു ട്രെൻഡും കാണാൻ കഴിയും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തങ്ങളുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിക്കുമ്പോൾ റീറ്റെയിൽ ഹോൾഡിംഗ്സ് കുറയുകയാണ്. ഇതൊരു ഇൻഫർമേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. റീറ്റെയിൽ നിക്ഷേപകർ വിൽക്കുമ്പോൾ വാങ്ങാനുള്ള ആത്മവിശ്വാസം നൽകുന്ന എന്തോ ഒന്ന് ഈ സ്ഥാപനങ്ങൾക്ക് ഉള്ളിലുണ്ട്. ആ ഒരു ഗ്യാപ്പ് നികത്താനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. അപ്പോൾ NBCCയിൽ വൻകിട നിക്ഷേപകർക്ക് ശുഭാപ്തി വിശ്വാസം നൽകുന്ന ആ കാരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമതായിട്ട് അതിശക്തമായിട്ടുള്ള ഓർഡർ ബുക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആത്മവിശ്വാസത്തിന് പിന്നിലെ ആദ്യത്തേതും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളൊരു കാരണം NBCCയുടെ വലുതും സുരക്ഷിതവുമായിട്ടുള്ള ഓർഡർ ബുക്കാണ്. കൺസ്ട്രക്ഷൻ ബിസിനസ്സിൽ ഓർഡർ ബുക്കാണ് കിങ്. ഇത് ഭാവിയിലെ പ്രോജക്റ്റുകളെ പ്രതിനിധീകരിക്കുകയും അനലിസ്റ്റുകൾ റവന്യൂ വിസിബിലിറ്റി എന്ന് വിളിക്കുന്ന പ്രോഫിറ്റ് പ്രെഡിക്ഷൻ നൽകുകയും ചെയ്യുന്നു. അതായത് ഒരു കമ്പനിയുടെ ഭാവി വരുമാനത്തെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് നേരത്തെ ലഭിക്കുന്നു എന്നർത്ഥം. NBCCയുടെ ഓർഡർ ബുക്ക് വെറും സ്ട്രോങ് അല്ല, അത് വളരെ റോബസ്റ്റ് ആണ്. ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ അനുസരിച്ച് കമ്പനിക്ക് ഏകദേശം 1.2 ലക്ഷം കോടിയുടെ ഒരു കൺസോളിഡേറ്റഡ് ഓർഡർ ബുക്കുണ്ട്. ഇത് വെറും സാധ്യതയുള്ള ജോലിയുടെ ഒരു ലിസ്റ്റല്ല. ഇത് ഗവൺമെൻറ് പിന്തുണയുള്ള ഉറപ്പുള്ള പ്രോജക്റ്റുകളുടെ വർഷങ്ങൾ നീളുന്ന ഒരു പൈപ്പ് ലൈനാണ്. സാമ്പത്തിക മാന്ദ്യത്തിൽ ഇല്ലാതായി പോയേക്കാവുന്ന പ്രൈവറ്റ് പ്രോജക്റ്റുകളല്ല, ഇവയെല്ലാം രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായ പദ്ധതികളാണ്. ഉദാഹരണത്തിന് NBCC അടുത്തിടെ നിരവധി സുപ്രധാന കരാറുകൾ നേടിയിട്ടുണ്ട്. മീററ്റ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിൽ നിന്നും ഏകദേശം 297 കോടിയുടെ ഓർഡറും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നിർമ്മാണത്തിനായിട്ട് ഏകദേശം 152 കോടിയുടെ കരാറും ഉൾപ്പെടെ ഉയർന്ന മൂല്യമുള്ള ദീർഘകാല കരാറുകൾ അവർ നേടിയെടുത്തിട്ടുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ശക്തമായിട്ടുള്ള ഓർഡർ ബുക്ക് ഒരു നിർണായക കാര്യം സാധ്യമാക്കുന്നു. ഇത് ഇൻവെസ്റ്റ്മെൻറ്റിലെ റിസ്ക് കുറയ്ക്കുകയാണ്. മറ്റ് കമ്പനികൾ എക്കണോമിക് സൈക്കിളുകളുമായിട്ട് മല്ലിടുമ്പോൾ NBCCക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു വർക്ക് ഫ്ലോ ഉണ്ട്. ഇത് മാർക്കറ്റിലെ ചാഞ്ചാട്ടങ്ങൾക്കെതിരെ ഒരു ശക്തമായിട്ടുള്ള കവചം നൽകുന്നു. സ്മാർട്ട് മണി പ്രെഡിക്റ്റബിലിറ്റി ഇഷ്ടപ്പെടുന്നു. NBCCയുടെ ഓർഡർ ബുക്ക് ദീർഘകാല ഉറപ്പുള്ള വരുമാനത്തിൻ്റെ മികച്ച ഉദാഹരണമാണ്.
ഇനി നമുക്ക് രണ്ടാമത്തെ കാരണത്തിലേക്ക് കിടക്കാം. ഗവൺമെൻറ് പിന്തുണയും അതുപോലെ തന്നെ നവരത്ന പദവിയും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഈ താല്പര്യത്തിന് പിന്നിലെ രണ്ടാമത്തെ പ്രധാന കാരണമാണ് NBCCക്ക് സർക്കാർ നൽകുന്ന ആ ഒരു പിന്തുണയും അതുപോലെ തന്നെ നവരത്ന പദവിയും. NBCC ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അവിടെ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഏകദേശം 61.75% ഭൂരിപക്ഷ ഓഹരികളുണ്ട്. ഈ സ്റ്റേബിളായിട്ടുള്ള പ്രൊമോട്ടർ ഹോൾഡിംഗ് കമ്പനിയോടുള്ള സർക്കാരിൻ്റെ ദീർഘകാല പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. ഈ സർക്കാർ പിന്തുണ ഒരു സേഫ്റ്റി നെറ്റ് എന്നതിലുപരി അതൊരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ആണ്. ഇത് നഗരങ്ങളുടെ പുനർവികസനം, സ്മാർട്ട് സിറ്റികൾ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്ങുകൾ ഇവ പോലെയുള്ള സർക്കാർ പദ്ധതികളിലേക്ക് NBCCക്ക് മുൻഗണന നൽകുന്നു. സർക്കാർ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ ആരംഭിക്കുമ്പോൾ NBCC പലപ്പോഴും ഒരു പ്രധാന ഏജൻസിയായിട്ട് മുമ്പിലുണ്ടാവും. മാത്രമല്ല NBCC വെറുമൊരു PSU അല്ല, അതൊരു നവരത്ന കമ്പനിയാണ്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് ഈ ഒരു പദവി നൽകുന്നത്. ഇത് കമ്പനിക്ക് ഓപ്പറേഷണൽ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു. ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് വലിയൊരു നേട്ടമാണിത്. സ്ഥാപന നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശക്തമായിട്ടുള്ള കോമ്പിനേഷനാണ്. ഇന്ത്യൻ ഗവൺമെൻറ് എന്ന ശക്തമായിട്ടുള്ള പ്രൊമോട്ടർ, രാജ്യത്തെ ഏറ്റവും വലിയ പ്രോജക്റ്റുകളിലേക്ക് മുൻഗണന, ഒരു നവരത്ന കമ്പനിയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം. ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് NBCCയോടുള്ള താല്പര്യത്തിൻ്റെ മൂന്നാമത്തെയും ഒരുപക്ഷെ ഫ്യൂച്ചറിലേക്ക് വളരെ ബെനഫിറ്റഡ് ആയേക്കാവുന്നതുമായിട്ടുള്ള ഒരു കാരണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനു മുമ്പ് ഈ അനാലിസിസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒരു നിമിഷം ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക. ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. നിങ്ങൾ NBCC ഹോൾഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ കാരണത്തിലേക്ക് കിടക്കാം. ഫ്യൂച്ചർ ഗ്രോത്തും ഡൈവേഴ്സിഫിക്കേഷനും. സ്മാർട്ട് മണി NBCC സ്റ്റോക്കുകൾ വാങ്ങുന്നതിൻ്റെ മൂന്നാമത്തെ കാരണം ഇന്നത്തെ അവസ്ഥയേക്കാൾ കമ്പനി ഭാവിയിൽ എന്തായിത്തീരും എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിലവിലെ ഓർഡർ ബുക്ക് സ്ഥിരത നൽകുമ്പോൾ ലോങ് ടേം പൊട്ടൻഷ്യലിന് സൂചന നൽകുന്നത് ഫ്യൂച്ചറിലെ ഗ്രോത്ത് ഡ്രൈവുകളാണ്. അതിലൊന്ന് അർബൻ റീഡെവലപ്മെൻ്റ് ആണ്. ഇന്ത്യ അതിവേഗം നഗരവൽക്കരിക്കപ്പെടുകയാണ്. പ്രധാന നഗരങ്ങളിലെ പഴയ സർക്കാർ കോളനികൾ നവീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഈ സങ്കീർണമായ പ്രോജക്റ്റുകൾക്ക് സർക്കാരിൻ്റെ വിശ്വസ്ത ഏജൻസിയായിട്ട് NBCC മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഫിനാൻഷ്യൽ മോഡൽ പലപ്പോഴും സ്വയം പര്യാപ്തമാണ്. NBCCയുടെ ഈ ഒരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ സ്പേസിൻ്റെ റിനോവേഷനൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് കമ്പനിക്ക് നൽകിയേക്കും. കൂടുതൽ പ്രധാനമായിട്ട് ഡിഫൻസ്, റെയിൽവേ തുടങ്ങിയ ഹൈ ഗ്രോത്ത് സെക്ടറുകളിലെ അവസരങ്ങൾ മുതലാക്കാൻ കമ്പനി തയ്യാറെടുക്കുന്നുണ്ട്. മാനേജ്മെൻറ്റും വലിയ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. സാമ്പത്തിക വർഷം 2028 വരുമാനം 25,000 കോടിയായിട്ട് വർദ്ധിപ്പിക്കാനും ഓർഡർ ബുക്ക് ഇനിയും വികസിപ്പിക്കാനുമുള്ള പദ്ധതികളെക്കുറിച്ച് മാനേജ്മെൻറ്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. മികച്ച ലാഭക്ഷമതയുടെയും സ്ഥിരമായിട്ടുള്ള ഡിവിഡൻഡുകളുടെയും ഒരു ട്രാക്ക് റെക്കോർഡിനൊപ്പം ഈ ഒരു ഫ്യൂച്ചർ ഗൈഡൻസ് വളർച്ചയ്ക്ക് വ്യക്തമായിട്ടുള്ള റോഡ് മാപ്പുള്ള കമ്പനിയുടെ ചിത്രം നമുക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയാണ് ദീർഘകാല മൂല്യം സ്ഥിതി ചെയ്യുന്നത്. അവർ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്പനി മാത്രമല്ല വാങ്ങുന്നത്, അവർ ഇന്ത്യയുടെ നഗര പരിവർത്തനത്തിലെ ഒരു പ്രധാന പ്ലെയറായിട്ടും ഭാവിയിലെ അവസരങ്ങൾക്കായിട്ട് ബുദ്ധിപരമായിട്ട് തയ്യാറെടുക്കുന്ന ഒരു കമ്പനിയിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതേസമയം റീറ്റെയിലേഴ്സിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? എന്തുകൊണ്ടാണ് അവർ വിൽക്കുന്നത്? NBCC ഇത്രയും ശക്തമായിട്ടുള്ളൊരു കേസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വിൽക്കുന്നത്? അതിന് ചില യുക്തിസഹജമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അവർ തെറ്റാണ് എന്ന് അതിനർത്ഥമില്ല. അവർക്ക് പലപ്പോഴും വ്യത്യസ്തങ്ങളായിട്ടുള്ള ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് പല റീറ്റെയിൽ നിക്ഷേപകരും പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുകയാവാം. സ്റ്റോക്കിന് ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം ഇതിനകം ഉണ്ടായിട്ടുണ്ട്. ലാഭം ഉറപ്പിക്കാനായിട്ട് വിൽക്കുന്നത് ഒരു സാധാരണ തന്ത്രം തന്നെയാണ്. പ്രത്യേകിച്ചും ഷോർട്ട് ടൈം ലക്ഷ്യങ്ങളുള്ളവർക്ക് തീർച്ചയായിട്ടും പ്രോഫിറ്റ് ബുക്കിംഗ് നല്ലൊരു ശീലമാണ്. രണ്ടാമത്തേത് വാല്യുവേഷനെ കുറിച്ചിട്ടുള്ള കൺസേൺസ് ആണ്. പല സമയങ്ങളിലും NBCC ഉയർന്ന പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോയിലാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത്. സമീപകാല കണക്കുകൾ ഏകദേശം 53-ന് ചില മെഷർമെൻറ്റ്സ് പ്രകാരം സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണ് എന്ന് തോന്നുമ്പോൾ ഒരു കറക്ഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് ചില നിക്ഷേപകർ വിറ്റുമാറിയേക്കാം. അതിനും സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് മാർക്കറ്റ് വോളറ്റാലിറ്റി. പൊതുമേഖലാ സ്റ്റോക്കുകൾ പലപ്പോഴും ഗവൺമെൻറ് നയപരമായിട്ടുള്ള മാറ്റങ്ങളോടും മാർക്കറ്റ് സെന്റിമെൻറ്റ്സിനോടും പെട്ടെന്ന് പ്രതികരിക്കും. ചില റീറ്റെയിൽ നിക്ഷേപകർ ഈ ഒരു ഷോർട്ട് ടൈം അനിശ്ചിതത്വം ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് വിൽക്കുകയും കൂടുതൽ സുരക്ഷിതമാണെന്ന് തോന്നുന്ന അസറ്റുകളിലേക്ക് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ റീറ്റെയിൽ വിൽപ്പന കമ്പനിയുടെ ഫണ്ടമെന്റൽസിലുള്ള ഒരു അവിശ്വാസമല്ല, മിക്കവാറും പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ വാല്യുവേഷൻ ആശങ്കകൾ, ഷോർട്ട് ടൈം മാർക്കറ്റ് നോയ്സിനോടുള്ള പ്രതികരണം എന്നിവയുടെ ഒരു മിശ്രിതമായിട്ട് വേണം നമ്മൾ കരുതാൻ. ഇൻസ്റ്റിറ്റ്യൂഷനുകൾ 5 വർഷത്തെ കഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പല റീറ്റെയിൽ നിക്ഷേപകരും 5 ആഴ്ചത്തെ ചാർട്ടിനോടാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഒരു ഫ്ലക്ച്വേഷന് കാരണം. തീർച്ചയായിട്ടും നമുക്ക് NBCCയുടെ ഈ ചാർട്ട് ഒന്ന് നോക്കാം. ചാർട്ടിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അതുപോലെ തന്നെ മൂവിങ് ആവറേജസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് NBCCയുടെ ഒരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ കൂടി ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് ഇവിടുത്തെ ബിഗ് പിക്ചർ? NBCCയിൽ സ്മാർട്ട് മണി എന്ത് കണ്ടേക്കാം? അത് ശക്തമായിട്ടുള്ള ലോങ് ടൈം വീക്ഷണത്തിനുള്ള 3 ഘടകങ്ങളുടെ സംയോജനമാണെന്ന് നമ്മൾ ഏതാണ്ട് മനസ്സിലാക്കിയെടുത്തു. അവർ ഏതാണ്ട് 1.2 ലക്ഷം കോടിയുടെ അതിശക്തമായിട്ടുള്ള ഓർഡർ ബുക്ക് കാണുന്നുണ്ട്. ഇത് വർഷങ്ങളോളം പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻകം
അവർക്ക് മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് കുറയ്ക്കാൻ തീർച്ചയായിട്ടും ഇതൊരു ബെനിഫിറ്റഡ് ആണ്. രണ്ടാമതായിട്ട് അവർ സർക്കാർ പിന്തുണയുള്ള നവരത്ന പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ സമാനതകളില്ലാത്ത സ്ഥിരത കാണുന്നു. ഇത് പ്രൊജക്റ്റുകളിലേക്ക് മുൻഗണനയും കടബാധ്യതകളില്ലാത്ത ഒരു ക്ലീൻ ബാലൻസ് ഷീറ്റും നൽകുന്നു. മൂന്നാമതായിട്ട് അവർ ഭാവിയെ ഉറ്റുനോക്കുന്നു. അർബൻ റീഡെവലപ്മെൻറ്റ്, സ്ട്രാറ്റജിക് ഡൈവേഴ്സിഫിക്കേഷൻ, ബിസിനസ് വികസിപ്പിക്കാൻ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരു മാനേജ്മെൻറ്റ് ടീം എന്നിവയിൽ നിന്ന് ഗ്രോത്താണ് അവർ കാണുന്നത്. സ്ഥാപന നിക്ഷേപകർ ഷോർട്ട് ടേം നോയ്സ് അവഗണിക്കുകയാണെന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. അവരുടെ വാങ്ങൽ കമ്പനിയുടെ ഫണ്ടമെന്റൽ കരുത്തിലും ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോറിയിലെ അതിൻ്റെ കേന്ദ്ര പങ്കിലുമുള്ള ഒരു സ്ട്രാറ്റജിക് ലോങ് ടേം ബെറ്റ് ആണെന്നാണ് തോന്നുന്നത്. ഏതെങ്കിലും നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് എപ്പോഴും നിങ്ങളുടെ സ്വന്തം റിസർച്ച് നടത്തുകയും നല്ല അനാലിസിസിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഈ അനാലിസിസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.